അധ്യായം 23. അനന്തരം ഫെലിസ്ത്യർ കെയിലയുടെ നേരെ യുദ്ധം ചെയ്യുന്നുവെന്നും അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുന്നുവെന്നും ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട്, ചെന്ന ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയിലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട്, നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ടു പാർക്കുന്നുവല്ലോ, പിന്നെ കെയിലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിന് നേരെ എങ്ങനെ ചെല്ലുമെന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, എഴുന്നേറ്റ് കെയിലയ്ക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കെയിലയ്ക്ക് പോയി ഫെലിസ്ത്യരോട് പൊരുതി അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ച് കെയില നിവാസികളെ രക്ഷിച്ചു. അഹീമേലെക്കിന്റെ മകനായ അബിയാഥാർ കെയിലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് കെയിലയിൽ വന്നിരിക്കുന്നുവെന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ശൗൽ പറഞ്ഞു. പിന്നെ ശൗൽ ദാവീദിനെയും അവന്റെ ആളുകളെയും വളയേണ്ടതിന് കെയിലയിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചുകൂട്ടി. ശൗൽ തന്റെ നേരെ ദോഷം ആലോചിക്കുന്നുവെന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാഥാരിനോട്, ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ശൗൽ കെയിലയിലേക്ക് വന്ന് എന്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിക്കാൻ പോകുന്നുവെന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയില പൗരന്മാർ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരുമെന്ന് യഹോവ അരുളി ചെയ്തു. ദാവീദ് പിന്നെയും, കെയില പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളമുള്ള അവന്റെ ആളുകളും കെയിലയെ വിട്ടു പുറപ്പെട്ട് തരം കണ്ടെടുത്ത് സഞ്ചരിച്ചു. ദാവീദ് കെയില വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ദൈവം അവനെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിലായിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായ ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അതെന്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അനന്തരം സീഫ്യർ ഗിബെയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹക്കീല മലയിലെ വനദുർഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളണം. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് മനസ്സലിവ് തോന്നിയിരിക്കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് അവന്റെ സഞ്ചാരം എവിടെയൊക്കെ ആകുന്നുവെന്നും അവിടങ്ങളിൽ അവനെ കണ്ടവർ ആരെല്ലാമെന്നും അറിഞ്ഞുകൊള്ളുവീൻ. അവൻ വലിയ ഉപായിയാകുന്നുവെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിപ്പിടങ്ങളെല്ലാം കണ്ടറിഞ്ഞു വന്ന് സൂക്ഷ്മവിവരം എന്നെ അറിയിപ്പീൻ. ഞാൻ നിങ്ങളോട് കൂടെ പോരും. അവൻ ദേശത്തെങ്ങാനും ഉണ്ടെന്ന് വരികിൽ ഞാൻ അവനെ യഹൂദാ സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ച് പിടിക്കും. അങ്ങനെ അവർ പുറപ്പെട്ട് ശൗലിന് മുമ്പേ സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവന്റെ ആളുകളും മരുഭൂമിയുടെ തെക്ക് അരാബയിലെ മാവോൻ മരുഭൂമിൽ ആയിരുന്നു. ശൗലും അവന്റെ പടജ്ജനവും അവനെ തിരയുവാൻ പുറപ്പെട്ടു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുവിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദും ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും പടജ്ജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞു പിടിപ്പാൻ അടുത്തു. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു, ക്ഷണം വരണം, ഫെലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫെലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സേല ഹമ്മാഹെക്ലോത്ത് എന്ന് പേരായി. ദാവീദോ അവിടം വിട്ട് കയറിപ്പോയി ഏൻ ഗദയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു.